രാഹുൽ ഗാന്ധിയുടെ കടുത്ത വിമർശനവും രാഷ്ട്രീയ പശ്ചാത്തലവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മൊബൈൽ ഡാറ്റയുടെ ലഭ്യതയും വിലക്കുറവും രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വളർന്നു വരുന്ന തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ബീഹാറിലെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഈ വിഷയത്തെ രാഷ്ട്രീയ രംഗത്തെ പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റിയത്. പ്രധാനമന്ത്രി മോദിയുടെ പ്രശംസയ്ക്ക് പാത്രമായ ഡാറ്റ വിലക്കുറവ് സാധാരണക്കാർക്ക് ഗുണകരമാകുന്നതിനേക്കാൾ യുവാക്കളെ 21ാം നൂറ്റാണ്ടിലെ ലഹരിക്ക് അടിമപ്പെടുത്താനാണ് സഹായിക്കുന്നത് എന്ന് രാഹുലിന്റെ നിരീക്ഷണം വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഡിജിറ്റൽ വിപ്ലവം പ്രസ്താവന മൊബൈൽ ഡാറ്റ നിരക്കുകൾ കുറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ വിപ്ലവം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വേദികളിൽ അവതരിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ മൊബൈൽ ഡാറ്റ ലഭ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും 1 GB ഡാറ്റയുടെ വില 1 കപ്പ് ചായയുടെ വിലയേക്കാൾ കുറവാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. 1 GB ഡാറ്റയ്ക്ക് 269 രൂപ വരെ വിലയുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വെറും 15 രൂപയ്ക്ക് ലഭ്യമാണ്. ഇത് മോദി സർക്കാരിന്റെ ഡിജിറ്റൽ വിപ്ലവമാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഈ വിലക്കുറവ് സാങ്കേതിക വിദ്യ സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്തിച്ചെന്നും അതുവഴി വലിയൊരു വിഭാഗം ജനങ്ങളെ ഡിജിറ്റൽ ലോകത്തേക്ക് കൊണ്ടുവന്നെന്നുമാണ് സർക്കാർ പക്ഷത്തിന്റെ വാദം. സാമ്പത്തികമായും സാമൂഹികമായും ഈ മാറ്റം രാജ്യത്തിന് വലിയ മുന്നേറ്റം നൽകിയെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. റീൽസ് ഒരു ലഹരിയായി മാറുമ്പോൾ എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. ഡാറ്റ വില കുറച്ചത് സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്താനോ അവർക്ക് തൊഴിൽ നൽകാനോ സഹായിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം. ഡാറ്റ വിലക്കുറവിൽ നൽകുന്നതിലൂടെ യുവാക്കൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീലുകൾ കാണാൻ മാത്രമേ അവസരമുണ്ടാകൂ. എന്നാൽ അവർക്ക് തൊഴിൽ നൽകുന്നില്ല എന്നും രാഹുൽ പറഞ്ഞു. തൊഴിലില്ലായ്മ അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ സർക്കാർ സൗജന്യമായി നൽകുന്ന ഈ ഡാറ്റ ലഭ്യത യുവാക്കളെ അനാവശ്യമായ വിനോദോപാധികളിലേക്ക് വഴിതിരിച്ചുവിടാൻ മാത്രമേ സഹായിക്കൂ അദ്ദേഹം കൂട്ടിച്ചേർത്തു. റീലുകൾ സ്ക്രോൾ ചെയ്തും ചിത്രീകരിച്ചും സമയം കളയുന്നത് ഒരുതരം അഡിക്ഷനായി മാറിയിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ശക്തമായി നിരീക്ഷിച്ചത്. മുമ്പ് ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുമായിരുന്നു. ഇന്ന് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അതേ ഫലം നൽകുകയാണ്. ഇന്ന് യുവാക്കൾ 24 മണിക്കൂറും റീൽ കാണുകയും പരസ്പരം ഷെയർ ചെയ്യുകയുമാണ്. എന്നാൽ അത് നിങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദ്യം ഉയർത്തി. റീൽസ് കാണുന്നതിലൂടെയും ചിത്രീകരിക്കുന്നതിലൂടെയും സാധാരണക്കാർക്ക് പണം ലഭിക്കുന്നില്ലെന്നും പകരം ഇത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജിയോയും അംബാനിയുമാണ് നേട്ടം കൊയ്യുന്നത്. ഈ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ യഥാർത്ഥത്തിൽ നേട്ടം കൊയ്യുന്നത് ആരാണെന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി വ്യക്തമായ മറുപടി നൽകി. മൊബൈൽ ഡാറ്റ നിരക്കുകളുടെ നിയന്ത്രണവും വിപണിയും കൈയാളുന്ന റിലയൻസ്, ജിയോ, അംബാനി തുടങ്ങിയ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. റീൽസ് കാണുന്നതിലൂടെയും ചിത്രീകരിക്കുന്നതിലൂടെയും പണം ലഭിക്കില്ലെന്ന കാര്യം നരേന്ദ്രമോദി നിങ്ങളോട് പറയുന്നില്ല. നേട്ടമുണ്ടാക്കുന്നത് ജിയോയും അംബാനിയുമാണ്. രാഹുൽ ഗാന്ധി അങ്ങനെയാണ് പറയുന്നത്. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനും തൊഴിലില്ലായ്മ പോലുള്ള വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റാനുമാണ് പ്രധാനമന്ത്രി ഡാറ്റ വിലക്കുറവിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന പരോക്ഷമായ വിമർശനമാണ് ഈ പരാമർശം. രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനം കേവലം മൊബൈൽ ഡാറ്റ വിലയെക്കുറിച്ചുള്ള സാങ്കേതിക ചർച്ചയല്ല, മറിച്ച് ഇത് രാജ്യത്തെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ചും BJP സർക്കാരിന്റെ മുൻഗണനയെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയ വിമർശനമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സാമ്പത്തിക പ്രശ്നമായി നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് ഇവിടെ പ്രധാന വിഷയം. യുവാക്കൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം റീലുകൾ പോലുള്ള വിനോദോപാധികൾ നൽകി അവരെ മയക്കിക്കിടത്താൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ആരോപിക്കുന്നുണ്ട്. മൊബൈൽ ഡാറ്റ വിലക്കുറവിനെ കുറിച്ചുള്ള ചർച്ചയെ ജിയോ, അംബാനി എന്നീ പേരുകളുമായി ബന്ധിപ്പിച്ചത് മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് ചങ്ങാത്തത്തെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ സ്ഥിരമായ ആരോപണങ്ങളുടെ തുടർച്ചയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരു ശ്രദ്ധ തിരിക്കൽ തന്ത്രമാണ് എന്ന് രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. റീലുകൾ സ്ക്രോൾ ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരു യുവജനത സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കുറവാണ് എന്ന രാഷ്ട്രീയ നിരീക്ഷണമാണ് ഇതിന്റെ കാതൽ. സമൂഹ മാധ്യമങ്ങൾ യുവാക്കളെ എങ്ങനെ ബാധിക്കുന്നു, ഭരണകൂടം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ രാജ്യത്തെ മുഖ്യധാരാ പ്രശ്നങ്ങൾ എങ്ങനെ വഴിമാറിപ്പോകുന്നു തുടങ്ങിയ നിരവധി ഗൗരവമായ വിഷയങ്ങളെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഈ പ്രസ്താവനയോടെ ഡിജിറ്റൽ വിപ്ലവം എന്ന സർക്കാരിന്റെ അവകാശവാദത്തിന്മേൽ ശക്തമായ ഒരു രാഷ്ട്രീയ മറുവാദം കോൺഗ്രസ് സ്ഥാപിക്കുകയാണ്.